ഹായ്, എല്ലാവർക്കും അശ്വർ സേമിയ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് വർഷങ്ങളായി വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. ആൻഡ് നൗ ഇനി തൊട്ട് നമ്മൾ അങ്ങോട്ടേക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CMA ഫൈനലിൻ്റെ പേപ്പർ 14 സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാർക്കറ്റിങ്ങിലെ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിലെ കുറച്ച് പ്രോബ്ലംസ് ആണ്. ഇത് CMA ഇൻ്ററിനും ഫൈനലിനും ഒരുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. Following are the data on a capital project being evaluated by the management of X Limited. നമുക്ക് ആനുവൽ കോസ്റ്റ് സേവിങ്സ് പ്രോജക്റ്റ് എമ്മിൻ്റെ കോസ്റ്റ് സേവിങ്സും യൂസ്ഫുൾ ലൈഫും IRRും പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സും തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ളത് NPVയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റും പേ ബാക്കും സാൽവേജ് വാല്യൂ ആണ്. ദെൻ ഫൈൻഡ് ദി മിസ്സിംഗ് വാല്യൂസ് കൺസിഡറിങ് ദി ഫോളോയിങ് ടേബിൾ ഓഫ് ഡിസ്കൗണ്ട് ഫാക്ടർ ഉള്ളി. ഡിസ്കൗണ്ട് ഫാക്ടറിൻ്റെ ബേസിസിൽ നമ്മൾ മേലെ കാണിച്ചിരിക്കുന്ന കുറച്ച് മിസ്സിംഗ് ആയിട്ടുള്ള NPVയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലൊക്കെ ഉണ്ടല്ലോ, അത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ക്വസ്റ്റ്യൻ പറയുന്നത്. സോ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് ഡിറൈവ് ചെയ്ത് എത്താൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. സോ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് കോസ്റ്റ് സേവിങ്സ് ഒരു 4 lakh ആണെന്നറിയാം, യൂസ്ഫുൾ ലൈഫ് 4 years ആണെന്നും IRR 15% ആണെന്നും അറിയാം. സോ നമുക്ക് ഇവിടെ IRR മെത്തേഡ് യൂസ് ചെയ്താൽ IRRൻ്റെ ഇക്വേഷൻ എന്താണ്? ഇൻഫ്ലോ ഈസ് ഈക്വൽ ടു, അതായത് കോസ്റ്റ് ഓഫ് ദി പ്രൊജക്റ്റും ഇനീഷ്യൽ ക്യാഷ് ഔട്ട് ഫ്ലോയും ഈക്വൽ ആണെന്നാണ് IRRൻ്റെ അസംഷൻ വരുന്നത്. So the sum of total cash inflow is equal to cost of our project or initial cash outflow. അതായത് ക്യാഷ് ഔട്ട്ഫ്ലോ ഈസ് ഈക്വൽ ടു ക്യാഷ് ഇൻഫ്ലോ ആണ് IRRൻ്റെ ഇക്വേഷൻ. സോ നമുക്കിവിടെ IRRൻ്റെ പെർസെൻറ്റേജ് 15% ആണ് തന്നിട്ടുണ്ട്. ആൻഡ് ആനുവൽ കോസ്റ്റ് സേവിങ്സ് എത്രയാണ്? 4 lakh ആണ്. 15%ൽ നമുക്കിപ്പോൾ 4 yearsലേക്കാണ് യൂസ്ഫുൾ ലൈഫ് വരുന്നത്. സോ 4 lakh 4 yearsൻ്റെ IRR റേറ്റ് നമുക്ക് എത്രയാണ്? 2.855 ആണ്. സോ 4 lakh ആനുവൽ കോസ്റ്റ് സേവിങ് ഇൻറ്റു IRR റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 11,42,000 വരുന്നുണ്ട്. സോ നമ്മളുടെ കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് എത്രയാണ്? 11,42,000 ആണ് നമ്മളുടെ കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ്. സോ നമുക്ക് കോസ്റ്റ് സേവിങ്സ് 4 lakh ആണെന്നറിയാം. ദെൻ IRR 15% ആണ്. സോ 15% IRRൻ്റെ 4 yearsലേക്ക് വരുമ്പോൾ 2.855 ആണ്. സോ കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് എത്രയാണ് വരുന്നത്? 11,42,000 ആണ് കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് വരുന്നത്. ദെൻ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് കിട്ടി. നമ്മളോട് ക്വസ്റ്റിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞതിനകത്ത് പേ ബാക്ക് പീരീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ പേ ബാക്ക് പീരീഡിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ കോസ്റ്റ് സേവിങ്സ് ആണ്. കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ് നമ്മൾ IRR മെത്തേഡ് വെച്ച് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് 11,42,000. ദെൻ ആനുവൽ കോസ്റ്റ് സേവിങ് എത്രയാണ്? 4 lakh. സോ 11,42,000 ഡിവൈഡഡ് ബൈ 4 lakh ചെയ്യുമ്പോൾ 2.855 ഓർ 2 year 11 months ആണ് നമുക്ക് അപ്രോക്സിമേറ്റ് പേ ബാക്ക് പീരീഡ് ആയിട്ട് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് നമ്മളോട് ക്വസ്റ്റ്യനിലൊരു ഇപ്പം നമുക്ക് പേ ബാക്ക് പീരീഡ് കിട്ടി, അതുപോലെ IRR വെച്ചിട്ട് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കോസ്റ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1.064. അത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. ബിക്കോസ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ PI ഈസ് ഈക്വൽ ടു ഡിസ്കൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡ് ബൈ കോസ്റ്റ് ഓഫ് ദി പ്രൊജക്റ്റ് ആണ്. സോ ഇവിടെ PI നമുക്കറിയാം 1.064 ആണ്. കോസ്റ്റ് ഓഫ് ദി പ്രൊജക്റ്റ് അറിയാം 11,42,000 ആണ്. സോ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഡിസ്കൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് 12,15,088 rupees ആണ് നമുക്ക് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ആനുവൽ കോസ്റ്റ് സേവിങ് 4 lakh ആണെന്നറിയാം. സോ നമുക്ക് ക്യുമുലേറ്റീവ് ഡിസ്കൗണ്ടിങ് ഫാക്ടർ എത്ര കിട്ടുമെന്ന് നോക്കാം. അതായത് നമുക്കിപ്പം 12,15,088 ആണ് ക്യാഷ് ഇൻഫ്ലോ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോയുടെ വാല്യൂ വന്നത്. ദെൻ നമുക്ക് ആനുവൽ കോസ്റ്റ് സേവിങ് എത്രയാണെന്നറിയാം? 4 lakh ആണെന്നറിയാം. സോ ക്യുമുലേറ്റീവ് ഡിസ്കൗണ്ടിങ് ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ ആനുവൽ കോസ്റ്റ് സേവിങ് 4 lakh ചെയ്യുമ്പോൾ 3.037 ആണ് കിട്ടുക, അല്ലെങ്കിൽ 3.038. സോ 0.38 റിലേറ്റ് ചെയ്ത് വരുന്ന വാല്യൂ നമുക്ക് എവിടെയാണ് ഈ ടേബിളിൽ തന്നിരിക്കുന്നതെന്ന് പറയാം. നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഈ ടേബിളിൽ തന്നിരിക്കുന്ന ഫാക്ടേഴ്സ് മാത്രമേ നമ്മളോട് ക്വസ്റ്റ്യനിൽ എടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. സോ 3.08 വരുന്നത് 12% ഡിസ്കൗണ്ട് ഫാക്ടറിലാണ്. സോ നമ്മളുടെ ഡിസ്കൗണ്ട് ഫാക്ടർ ടേബിളിലെ 12% ഡിസ്കൗണ്ടിങ് റേറ്റ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ നമുക്കിനി നെറ്റ് പ്രസൻറ്റ് വാല്യൂ എത്ര കിട്ടും?
നമ്മളോട് ഇനി ക്വസ്റ്റ്യനിൽ NPV കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ ആണ്. സോ ഇൻഫ്ലോ നമുക്കിവിടെ കിട്ടിയായിരുന്നു 12,15,088. ഔട്ട്ഫ്ലോ എത്രയാണ്? 11,42,000. സോ നമുക്ക് ടോട്ടൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എത്രയാണ്? 73,088.